ഹലോ. അപ്പം ഇന്ന് നമ്മൾ എങ്ങനെയാണ് അൽഫാം വെച്ചിട്ട് ഷവർമ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഇന്നലെ ഉണ്ടാക്കിയ അൽഫാമിൻ്റെ പീസായിരുന്നു. അത് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ ചിക്കൻ പീസസൊക്കെ നമ്മൾ ഫ്ലഷ് മാത്രം പറിച്ചെടുക്കുകയാണ്, പിച്ചെടുക്കുകയാണ്. അപ്പം അത് വേറെ പാത്രത്തിലോട്ടേക്ക് ഇടുകയാണ്. അത് ചൂടാക്കിയതിനെ കൊണ്ട് ഭയങ്കര ചൂടാണ്, പറിച്ചിട്ട് കൈ ഇങ്ങനെ പൊള്ളുക, ഭയങ്കര ചൂടാണ്. എന്നിട്ട് അതൊക്കെ പിച്ചി കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. അത് വലിയ വലിയ പീസായതിനെ കൊണ്ട് ഞാനത് വീണ്ടും അത് പിന്നെ ഒന്നും കൂടി ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. കത്രിക വെച്ചിട്ട് ഒന്നും കൂടി മുറിച്ചിട്ട് ചെറുതാക്കിയിട്ടുണ്ട്. ഞാൻ പൊതുവേ ഷവർമ ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കല്. ഇത് അൽഫാം പീസ് ബാക്കിയുള്ളതിനെ കൊണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് അതൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി, പിന്നെ ഇത്രയും വെജിറ്റബിൾസ് നമുക്ക് വേണം കേട്ടോ. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കത്തിരിക്ക, ടൊമാറ്റോ, ഒനിയൻ ഒക്കെ വേണം. എന്നിട്ട് നമ്മൾ ഇത്രയും ഇങ്ങനെ കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുന്നുള്ള ഈ പാൻ വെച്ചിട്ട് ഓയിലിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ ഇന്നലത്തെ മസാല ഉണ്ടായിരുന്നു കേട്ടോ, അൽഫാമിൻ്റെ ഗ്രേവി കുറച്ചുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ആ ചിക്കൻ പീസസ് അതിലിട്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ ക്യാബേജ് ഇട്ടു, ഒണിയൻ ഇട്ടു, പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ വല്ലാത്ത വേണ്ട വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് നന്നായി സോട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കക്കിരിക്ക ഇട്ടു, പിന്നെ ചെറിയ പീസ് തക്കാളിയുടെ പീസ് ഇട്ടു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സോൾട്ടോ ഇനി പെപ്പറോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ചിക്കൻ്റെ അകത്ത് ഓൾറെഡി അതൊക്കെ കറക്റ്റാണ്, അപ്പം ഞാൻ പിന്നെ വേറെ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളത് കുബൂസിന് മേലെ നമ്മൾ മയോണൈസ് സ്പ്രെഡ് ചെയ്തിട്ട് കെച്ചപ്പ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. കുറച്ച് കെച്ചപ്പ് ഇടുക, പിന്നെ നമ്മളുടെ ഇതില്ലേ ഫില്ലിങ് ഷവർമയുടെ അതിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വീണ്ടും നമുക്ക് കെച്ചപ്പും വൈറ്റ് സോസ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. എന്നിട്ട് കഴിക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അൽഫാം ഉണ്ടാക്കിയ സമയത്ത് ഈ സ്മോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ആ സ്മോക്കിൻ്റെ ഫ്ലേവർ ഈ ചിക്കൻ്റെ അകത്ത് നല്ലതുണ്ട്. അപ്പം അത് അങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി, മോനും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ അൽഫാം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇടണ്ട് കേട്ടോ. പിന്നെ അവന് നല്ല ഇഷ്ടമായി, അവന് കഴിക്കുകയാണ്. അവന് ഈ ഷവർമ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അവന് പിസ്സ കഴിക്കുന്ന പോലെ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.